പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും അന്വേഷിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഡിഗ്രി എന്ന പ്രോഗ്രാമിന് എവിടെ ചേരണമെന്ന്. കേരളം എന്ന സംസ്ഥാനത്ത് കുറേയധികം യൂണിവേഴ്സിറ്റികളുണ്ട്. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രിക്ക് ചേരേണ്ടതെന്ന്. MG ആണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും കേരള ആണെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ചേരേണ്ടത് എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. പല യൂണിവേഴ്സിറ്റികളുണ്ട്. പല യൂണിവേഴ്സിറ്റികൾക്കും പലതരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ആ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് 4 ഇയർ UG പ്രോഗ്രാമാണുള്ളത്. FIUGP ആണ് ഇന്നുള്ളത്. പണ്ട് പറയുകയാണെങ്കിൽ 3 വർഷ ഡിഗ്രി UG പ്രോഗ്രാമായിരുന്നു. എന്നാൽ ഇന്ന് 4 വർഷ ഡിഗ്രി UG പ്രോഗ്രാമാണ്. 3 വർഷം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി സ്വായത്തമാക്കി പോവാം. അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 4th ഇയർ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ്, സ്കോപ്പ് ഓറിയൻറ്റഡ് ആണ്. താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെ ഹോണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ഏതാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരിക്കുമല്ലോ എല്ലാ വിദ്യാർത്ഥികളുടെയും ആഗ്രഹം. എന്നാൽ അതൊരു തർക്ക വിഷയമായൊരു കാര്യമാണെന്ന കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അതിന് സ്കോപ്പ് ഉണ്ടോ, ഫ്യൂച്ചറിസ്റ്റിക് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഏത് കോഴ്സാണെങ്കിലും എല്ലാത്തിനും അതിന് സ്കോപ്പ് ഉണ്ടെന്ന കാര്യം ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. ജയിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടണമെന്നില്ല. നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സിൽ പരമാവധി ഒരു 10% അല്ലെങ്കിൽ പാഷനേറ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലിയും മറ്റുള്ള കാര്യവും നമുക്ക് കിട്ടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് കാലിക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വിദ്യാർത്ഥികളിൽ ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി മുന്നോട്ട് പോവാം. കേരളത്തിൽ നമ്പർ 1 യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ദെൻ വ്യത്യസ്ത തരത്തിലുള്ള ക്യാമ്പസ് ഉണ്ട്, അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ട്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് കുറച്ചധികം നേരത്തെ വരാറുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാം ചേരാണെങ്കിൽ. പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സെമസ്റ്റർ പരീക്ഷകൾ 2-3 തവണ മാറ്റിവെക്കാറുണ്ട്. പഠിക്കാത്ത പിള്ളേരാണെങ്കിലും നിങ്ങൾക്ക് ആ സമയം കൊണ്ട് പഠിച്ച് സെറ്റാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന ഗ്രേഡ് വാങ്ങിക്കാവുന്ന കാര്യമാണ്. 5 ജില്ലകളിലും കൂടാതെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും ചുറ്റിക്കിടക്കുന്ന പലതരത്തിലുള്ള കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഒക്യുപ്പൻസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേരാവുന്ന കാര്യമാണ്. പ്രൊഫഷണൽ കോഴ്സും ഡിഗ്രി എന്ന കോഴ്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളും പറയാറുണ്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സിനെ പോലെ തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ടെന്നും പഠിച്ചിട്ടില്ലെങ്കിൽ തോൽക്കുമെന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെന്നും ചിലപ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ വിദേശത്ത് പോവുകയാണെങ്കിലും കേരളത്തിന് പുറത്ത് പോവുകയാണെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില കുറച്ചധികമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടും ദെൻ റിലേറ്റീവ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. പ്ലസ് ടു ജയിച്ചത് നിങ്ങളാണ്. ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എവിടെ പഠിച്ചാലും നന്നായി പഠിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തുടക്കം മുതൽ ഒടുക്കം വരെ സാധാ ഒരു ഡിഗ്രി പ്രോഗ്രാം ഇല്ലെന്നും ഇതിനെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കും കിട്ടും, ജോലിയും കിട്ടും, നിങ്ങളുടെ സ്റ്റാറ്റസും ഉയരും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ചേർന്നാലും എല്ലാം കണക്ക് തന്നെ. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ് ആൻഡ് മോർ വീഡിയോസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.